ഹലോ, ഇന്ന് നമുക്ക് കടച്ചക്ക വറുത്തരച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. ഇതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും കേട്ടോ. എന്നാൽ നമുക്ക് കടച്ചക്ക പറിക്കാൻ പോയാലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കടച്ചക്ക അല്ലേ. അത് തോരൻ വയ്ക്കുകയോ മെഴുക്ക് വരട്ടി വയ്ക്കുകയോ അതുപോലെ ഉള്ള കറികളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ബീഫ് വറുത്തരച്ച അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. ബീഫാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഇതാ എനിക്കിവിടെ ഒരു നല്ല കടച്ചക്ക, പെട്ടെന്ന് വേവുന്ന ഒരു മൂത്ത കടച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൽ കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അത്യാവശ്യം വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ എത്താൻ പാകത്തിന് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ ഞാനതിന് വേവുമ്പോഴത്തേനും ഞാനൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ഞാൻ വറുത്ത് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയും വേപ്പിലയും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കടച്ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്തരച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് വേണമെങ്കിൽ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ലേശം വെള്ളം എടുത്തിട്ട് നമുക്ക് എന്തോരം ജാറിന് എന്തോരം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികൾ എടുത്ത് വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വറുത്തരച്ച് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ പിന്നെ ചിക്കനും വേണ്ട, ബീഫും വേണ്ട, വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി ചോറിന്. കടുക് പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും 2 ചുമന്നുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതാ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ച ചുമന്നുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പതിയെ മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി നല്ലപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച പൊടികൾ ഇതിനകത്തിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ്ട് ഈ പൊടികൾ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഈ പൊടികളൊക്കെ മുങ്ങി കിടക്കാൻ പാകത്തിന് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടികൾ ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്, നല്ല മണം കിട്ടും. നമുക്ക് ആ പൊടികൾ വെന്ത് കഴിയുമ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ലപോലെ പച്ചമണമൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്താ കറി ഞാൻ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതിനകത്തേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചതും ആ പൊടി വേവിച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, നല്ല മണവും. വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറിനാനായിട്ട്. ഈ ഒരു കറി മാത്രം മതി. ഇച്ചിരിയോടെയും വേണമെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ ഇത് തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പോൾ അതാ അടിപൊളി കടച്ചക്ക വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുണ്ടെങ്കിൽ ചിക്കനും ബീഫൊക്കെ മാറി നിൽക്കും കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും കാണാം.